ഹായ് ഫ്രണ്ട്സ്, മോട്ടോ ലാബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരു 90 മോഡൽ മാക്സ് 100നെ നമ്മൾ റീബിൽഡ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റീബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് ഈ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീപ്പിലാണ് ഈ വണ്ടി എടുത്ത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടാകത്തില്ലാത്തൊരു കണ്ടീഷനിൽ ആകെ നശിച്ച് മൊത്തത്തിൽ നശിച്ചൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ ജീപ്പിലെടുത്താണ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നത്. സ്റ്റാർട്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കോയിലും കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മാഗ്നറ്റോയ്ക്കായിരുന്നു അതിൻ്റെ പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റോയുടെ ആ ഒരു സ്റ്റാർട്ടിങ് കോയിൽ, ആ ഒരു കോയിൽ അടിച്ചു പോയി. അത് സ്റ്റാർട്ടാവാത്ത കാര്യം. നമ്മുടെ ബാക്കി CD യൂണിറ്റും ബാക്കി എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആയിരുന്നു. പക്ഷേ നമ്മുടെ കോയിൽ അടിച്ചു പോയതുകൊണ്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകത്തില്ലായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മളതിൻ്റെ കോയിൽ മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി, നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടായി. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ വണ്ടിയുടെ കോയിലിനെയൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്കാക്കി. അതിൻ്റെ ബാക്കിലത്തെ ടയറും കാര്യങ്ങളൊന്നും കറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ചു. ബാക്കി നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. വണ്ടി ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കപ്പോൾ ഒന്ന് ജസ്റ്റ് വണ്ടിയുടെ ചേസും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. അതോടൊപ്പം ബോഡിയും ഒക്കെ പെയിൻറ്റ് ചെയ്യണമായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോർക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഫോർക്ക് ലീക്കായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഫോർക്കിന് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതൊരു 1.5 ഇഞ്ച് പൊക്കാൻ വേണ്ടി ഫ്രണ്ട് ഫുള്ള് നമ്മൾ താത്ത് നമ്മൾ ലേത്തി കൊടുത്ത് ഒരു 1.5 ഇഞ്ച് ബിറ്റിട്ടു. ഇതിപ്പോൾ നമ്മുടെ പഴയതും പുതിയതും അതായത് പൊക്കിയതും ഹൈറ്റ് കൂട്ടിയതും കോട്ടാത്ത ടൈപ്പ് നമ്മുടെ ഫോർക്കിനകത്തെ പമ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പമ്പാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയത് ലേത്തി കൊടുത്ത്. ഇത് സാധാ മോഡലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് കൂട്ടി. ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു 1.5 ഇഞ്ച് ഫ്രണ്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സൈഡ് വ്യൂ ഒക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാഴ്സ് എല്ലാം ജസ്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നമുക്കൊരു പുതുപുത്തൻ ടാങ്ക് കിട്ടിയായിരുന്നു. ആ ഒരു ടാങ്കാണ് നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ഒറിജിനൽ തന്നെ, നല്ല അടിപൊളി ടാങ്ക് ഒറിജിനൽ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഓരോരോ പാർട്സ് നമ്മൾ എത്തിച്ചു. അതിനനുസരിച്ച് നമ്മൾ ബിൽറ്റ് ചെയ്യുമായിരുന്നു. ആദ്യം നമ്മൾ വയറിംഗ് കിറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. വയറിംഗ് കിറ്റും കാര്യങ്ങളും എല്ലാം പുതിയത് തന്നെ വാങ്ങിച്ചു. അത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. പഴയ വയറിംഗ് കിറ്റും കാര്യങ്ങളും എല്ലാം മാറ്റി. എന്നിട്ട് നമ്മൾ പുതിയ വയറിംഗ് കിറ്റും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മൾ പുതിയ ടൈൽ പീസും ഫിറ്റ് ചെയ്തു. പഴയ ടൈൽ പീസ് അതെല്ലാം മാറ്റി, അതിന് ബെൻഡുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് പെയിൻ്റ് അടിച്ച് കിട്ടിയ പുതിയ പാർട്സ്. നമ്മൾ ഷോഗൻ്റെ ഒരു ഫ്രണ്ട് വൈസറും ഹെഡ്ലൈറ്റും എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു. അതാണ് നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മൾ ഒരു സമുറായിയുടെ സീറ്റും നല്ലപോലെ കവറൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഫ്രണ്ടിലത്തെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് എത്രമാത്രം അടിപൊളിയാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ വണ്ടിയിലേക്ക് കയറി വരുമ്പം അത് അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പാർട്സും ഫിറ്റ് ചെയ്ത് വരുമ്പോൾ വണ്ടിക്ക് നല്ല ഒരു ഫിനിഷ്, ഒരു ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക്. നമ്മൾ വയറിംഗ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വയറിങ്ങിൻ്റെ കുറച്ച് നല്ല പാട് പിടിച്ച പണിയായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, വയറിങ് ഞാൻ കുറേ സമയം എടുത്തു അതെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ. കാരണം ഈ ഒരു ഷോഗൻ്റെ ഹെഡ്ലൈറ്റ് വരുമ്പോൾ ചെറിയ വയറിങ്ങിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് നമ്മുടെ വയറിങ്ങിനെ ലൂപ്പ് ചെയ്ത് ഓൾട്ടർ ചെയ്തെടുക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഷോഗൻ്റെ ഹെഡ് വെക്കാൻ വേണ്ടി 2 ക്ലാമ്പും ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിലാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വൈസർ ഷോഗൻ്റെ ഫിറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്, ഈ സുസുക്കി എന്നുള്ള സ്റ്റിക്കർ. ഷോഗൻ്റെ വൈസർ ബ്ലാക്ക് കളറിലെയാണ് നമുക്ക് വന്നത്. അപ്പോൾ നമ്മളതിനെ നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ ഒക്കെ പെയിൻ്റ് അടിച്ചു. എന്നാലേ വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടുന്നത്. നമ്മുടെ ആ ഒരു വിൻഷീൽഡും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഷോഗൻ്റെ ആ ഒരു വിൻഷീൽഡും കൂടി നമ്മൾ ഇതിൽ കയറ്റി പിടിപ്പിച്ച്, അപ്പോൾ ഫ്രണ്ട് നല്ല അടിപൊളിയായ വണ്ടി സെറ്റൊക്കെ ചെയ്ത് വന്നപ്പം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട് നല്ല ഹൈറ്റും കാര്യങ്ങളും പക്ക. ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഷോഗൺ പോലെ തന്നെ ഫ്രണ്ട് ഇരിക്കും. പിന്നെ നമ്മളൊരു ബാർ ഹാൻഡിലും കയറ്റിയായിരുന്നു. ഷോഗൻ്റെ 2 ഇൻഡിക്കേറ്ററും കിട്ടി. ഇപ്പോൾ 2 ഇൻഡിക്കേറ്ററിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓർഡറിനെത്തും. അപ്പോൾ നമ്മുടെ ജെനുവിൻ OE ടാങ്കാണിത്, ഒറിജിനൽ സുസുക്കിയുടെ പുതിയ ടാങ്കാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ടാങ്കിൻ്റെ ഒരു തിളക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ റീപെയിൻറ്റ് ചെയ്തല്ല, ഒറിജിനൽ ടാങ്ക് തന്നെ നമുക്ക് കിട്ടി. അത് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ അതും നമ്മൾ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു അപ്പോൾസ്ട്രി ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന സീറ്റാണ് സെറ്റ് ചെയ്യുന്നത്.
അപ്പം ഈ ഒരു ടാങ്കിൽ ഈ ഒരു സീറ്റ് വരുമ്പോൾ അത് പുറകോട്ട് തള്ളി പോകുന്നൊരു സീനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നമെല്ലാം മാറി. പിന്നെ നമ്മൾ നമ്മുടെ സൈഡ് പാനൽസാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയിൽ പമ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പമ്പ് മിക്കവാറും ഒക്കെ നല്ല റൈഡ് അടിക്കുമ്പോൾ അത് ഫെയിലാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓയിൽ പമ്പ് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഫ്യൂവലിൻ്റെ അകത്ത് തന്നെ പെട്രോളിയത്തിൻ്റെ അകത്ത് തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാഷിംഗ് എല്ലാം കഴിഞ്ഞൊന്ന് പുറത്തിറക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാണ്. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് വണ്ടി പണിയൊക്കെ ഓടിച്ച് നോക്കിയപ്പം നല്ല ഒരു അടിപൊളി ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതെൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു 2 സ്ട്രോക്ക് എടുത്ത് ഒരു മാക്സ് 100 ഷോഗൻ്റെ ഫ്രണ്ടൊക്കെ കയറ്റി മോഡിഫൈ ചെയ്തെടുക്കണമെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് സാധിച്ചു. പിന്നെ എനിക്കിത് ഓടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടിയത്. ഇനി എനിക്ക് ബാക്കിൽ അതിൻ്റെ ഒരു SD റിമ്മും അതുപോലെ തന്നെ ഷോഗൻ്റെ ഒരു ക്യാരിയറും പിന്നെ 2 ഇൻഡിക്കേറ്ററിനും വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ്. അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫുൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഓൾമോസ്റ്റ് വണ്ടി ഫുൾ പരിപാടി തീർന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.